യുവാവിന് പറ്റിയ വലിയ ഒരു അബദ്ധം മരണത്തിൽ കലാശിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ നിന്നും പുറത്തു വന്നത്. ഇടുക്കി വണ്ടിപ്പെരിയാർ സ്വദേശിയായ കല്ലുവേലിപ്പറമ്പിൽ ജോബി എന്ന യുവാവാണ് ഇന്നലെ ദാരുണമായി മരണപ്പെട്ടത്. ജോബിയുടെ സുഹൃത്ത് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. വണ്ടിപ്പെരിയാർ ചുരുക്കളം അപ്പർ ഡിവിഷനിൽ താമസിക്കുന്ന പ്രതാപ് എന്ന ഇവരുടെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ വെച്ച് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ടിരുന്നു. തുടർന്ന് പ്രതാപന്റെ മൃതദേഹം കൊണ്ടുവരാനായാണ് ജോബിനും സുഹൃത്തുക്കളായ 4 പേരും ചേർന്ന് നാട്ടിൽ നിന്നും പോകുന്നത്. മൃതദേഹം നടപടികൾക്ക് ശേഷം ആംബുലൻസിൽ കയറ്റി അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോരുകയും ചെയ്തു. തുടർന്ന് ഇന്നലെ വെളുപ്പിന് ഏകദേശം 1 മണിയോടുകൂടിയാണ് ആംബുലൻസ് കുമളിയിലെത്തുന്നത്. ശേഷം അവിടെ ഒരു ചായക്കട കണ്ടതോടുകൂടി അവർ ചായ കുടിക്കാനായി വാഹനം അവിടെ നിർത്തി. ഈ സമയം ജോബിനും സുഹൃത്തായ പ്രഭുവും ചേർന്ന് തമിഴ്നാട്ടിൽ വെച്ച് കുടിച്ച മദ്യത്തിന്റെ ബാക്കിയെടുത്ത് കുടിക്കുകയായിരുന്നു. ആംബുലൻസിനുള്ളിൽ ഒരു കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന വെള്ളമൊഴിച്ചാണ് ഇവർ മദ്യം കുടിച്ചത്. എന്നാൽ മദ്യം കഴിച്ച കുറച്ചു സമയത്തിന് ശേഷം 2 പേർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് 2 പേരെയും ഉടൻ തന്നെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ചികിത്സയിലിരിക്കെ ജോബിൻ മരണപ്പെട്ടു. സുഹൃത്തിനെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇരുവർക്കും സംഭവിച്ച ഞെട്ടിക്കുന്ന അബദ്ധം പുറത്തുവരുന്നത്. ആംബുലൻസിന്റെ ബാറ്ററിയിൽ ഒഴിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന വെള്ളമാണ് ഇവർ കുടിവെള്ളമാണെന്ന് കരുതി മദ്യത്തിൽ ഒഴിച്ചു കുടിച്ചത്. ബാറ്ററി വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളും ആസിഡും രക്തത്തിൽ കലർന്ന ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ശ്വാസതടസ്സം അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താണ് മരണം സംഭവിക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ ബാറ്ററി വെള്ളം കുടിക്കുമ്പോൾ വായ മുതൽ വയറുവരെ ദ്രവിക്കുകയും അന്നനാളം പൊട്ടി വയറ്റിൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയും ഇത് മരണത്തിൽ കലാശിക്കുകയും ചെയ്തേക്കാം. എന്തായാലും 2 പേരും കൂടി ചെയ്ത ഒരു അബദ്ധം വരുത്തിവെച്ചത് വലിയ ഒരു അപകടമാണ്. ജോബിന്റെ സുഹൃത്തായ പ്രഭു ഇതുവരെയും അപകടനില തരണം ചെയ്തിട്ടില്ല. മരണാനന്തര ചടങ്ങുകൾക്കെത്തിയ മറ്റൊരു സുഹൃത്തുകൂടി മരണപ്പെട്ടതിന്റെ ആഘാതത്തിലാണ് ഇപ്പോൾ പ്രദേശവാസികളെല്ലാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.